പുതുവത്സര ദിനം ആഘോഷമാക്കാൻ കനകക്കുന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കിയ വസന്തോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കനകക്കുന്നിലേക്ക് എത്തുന്നത്. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് ഇത്തവണ ആഘോഷ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ടൂറിസം വകുപ്പ് ഒരുക്കിയ ലൈറ്റ് ഷോയും വിപുലമായ പുഷ്പോത്സവവും ആസ്വദിക്കാൻ ഇത്തവണയും ജനത്തിരക്കാണ് കനകക്കുന്നിലുള്ളത്. പൊളിക്കും, ഇവിടെ പൊളിക്കും, എല്ലാം പൊളിക്കും. വളരെ ഗംഭീരമായിട്ടുണ്ട്. നൈസ്. ലൈറ്റിനിങ് ആണ് കൂടുതൽ. സൂപ്പറായിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഏതാണ് നല്ലത് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം അടിപൊളി, സൂപ്പർ. കേരളത്തിന് പുറത്തുനിന്നെത്തിക്കുന്ന പുഷ്പങ്ങൾ ഉൾപ്പെടെ ക്യൂറേറ്റ് ചെയ്ത ഫ്ലവർ ഷോയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. ടൂറിസം സീസൺ ആയതിനാൽ കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ ഈ ലൈറ്റിംഗ് എല്ലാ നിലയിലും നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലയിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾ, നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ, കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർ, അവർക്കൊക്കെ വലിയ പോസിറ്റീവ് വൈബ് നൽകിയിട്ടുണ്ട്. ഇത്തവണ അത് നൽകും. ഇത്തവണ കൂടുതൽ വിപുലീകരിച്ചാണ് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോടും എറണാകുളത്തും ദീപാലങ്കൃത നഗരമാക്കി മാറ്റി. ഇനി ഫെസ്റ്റുകളുടെ കാലമാണ്. പരമാവധി ഫെസ്റ്റുകളെ ജനകീയമാക്കി സഞ്ചാരികൾക്കാകെ ആകർഷിക്കുന്ന നിലയിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോൺസായിയുടെ അപൂർവ ശേഖരം, പടുകൂറ്റൻ ഗ്ലോബ്, യൂറോപ്യൻ സ്ട്രീറ്റ്, കുട്ടികൾക്കായി സിൻഡ്രല, പോളാർ ബെയർ, ദിനോസർ, വിവിധ ലൈറ്റുകൾ കൊണ്ടുള്ള രൂപങ്ങൾ എന്നിവയും വസന്തോത്സവം കളറാക്കി. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിലും ടൂറിസം വകുപ്പ് പുതുവർഷ ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ ജനുവരി 3 സമാപിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.